തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. നമ്മളെയൊക്കെയാണ് ഈ തെണ്ടിന്ന് വിളിച്ചത്. എന്തിനാന്ന് കേൾക്കണം. ഈ വിളിക്ക് നമ്മൾ അർഹരാകാനുള്ള കാരണം എന്താന്ന് കേൾക്കുമ്പോഴാണ് കൗതുകം. യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ നുസ്രത്ത് താത്തയും അതുപോലെ തന്നെ ജാമിദ ടീച്ചറെയും അറിയാത്തവരെയും ആരും തന്നെ ഉണ്ടാവുകയില്ല. മുസംഗികളായ ഇത്തരം സ്ത്രീകൾ സമൂഹത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജനൻ ടി വിയിലെ ഏതാനും ചില ചർച്ചകളും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളും കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തിനാണ് എന്നറിയില്ല. ഇവർ രാവിലെ തന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഇവൾ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് 10 ചീത്ത പറയുക എന്നാണ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്നുകൊണ്ട് പേര് കൊണ്ട് ഇവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് സമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ജാമിദ ടീച്ചർ എന്ന് പറയാൻ വേണ്ടി പറ്റുകയില്ല, കാരണം അതിന് അവർ അർഹതയല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഈ വാർത്തകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ വൃത്തികെട്ട ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ തുള്ളയിൽ നിന്ന് വരുന്നതെല്ലാം തന്നെ വർഗീയ വിഷങ്ങളാണ്. അതും ഒരു മതത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്ന രീതിയിലാണ് ആ സ്ത്രീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നുസ്രത്ത് താത്ത എന്ന് പറയുന്ന സ്ത്രീയും മുസ്ലിം നാമധാരി മാത്രമാണ്. അതുപോലെ തന്നെ മുസംഖ്യ ഈ സ്ത്രീ വളരെ മോശകരമായ രീതിയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വളരെ അടക്കി സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ 4 പിറന്നു 5 പിറന്നു അതിനെ താങ്ങി നടത്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് താങ്ങി നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. അത് കഴിഞ്ഞ് റൂമിലേക്ക് പോയി കാമം തീർക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ ഇന്ന് ഡിവോഴ്സ് വരെ പോകുന്നത്. അങ്ങനെ പല പല കാര്യങ്ങൾ വളരെ ഗ്രാഹ്യമായ കഴിവുള്ള എന്നാൽ അതിനെക്കുറിച്ച് അഗാധ്യമായ പഠനം നടത്തിയതിന് ശേഷമാണ് ആ സ്ത്രീകൾ മുസ്ലിം പെണ്ണുങ്ങളെ എല്ലാം തന്നെ അധിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ ഫർദ ധരിക്കുന്ന സ്ത്രീകളെയും അവർ അധിക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ലോകത്ത് ചിത്രം മറ്റൊന്നാണ് എന്ന് അതിന് ഉദാഹരണ സഹിതം എടുത്തു കാട്ടിക്കൊണ്ട് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് അവർക്ക് നല്ല വ്യക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഇത്തരം സ്ത്രീകളോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ട സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ താഴെക്കിടയിൽ അല്ല എന്നും ഈ പറയുന്ന സ്ത്രീയേക്കാൾ ഏറ്റവും കൂടുതൽ ഇന്ന് വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ജോലിയിലായാലും ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഫർദയിട്ട സ്ത്രീകളാണ് എന്നുള്ളത് ഈ നുസ്രത്ത് താത്തയും അതുപോലെ തന്നെ ജാമിദ താത്തയും മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത്. അവർ ഇന്നൊറ്റും പിന്നോക്കമല്ല. 3 പിറന്നു 4 പിറന്നു എന്ന് പറയുന്നത് അത് അവരുടെ സൗകര്യമാണ്. അങ്ങനെ അവർ കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് അവരുടെ സമ്മതപ്രകാരമോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടപ്രകാരമോ അവർക്ക് തീറ്റി കൊടുക്കുന്നത് ഈ ജാമിദ താത്തയല്ല. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇവരല്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഇവരല്ല, അവരെ പോറ്റുന്നത് ഇവരല്ല. ഇവരെല്ലാം സമൂഹത്തിൻ്റെ നിയമങ്ങളും അതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കൊണ്ട് തന്നെയാണ് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതും അവരെ സമൂഹത്തിൽ വളർത്തുന്നതും നല്ല വ്യക്തികളായിട്ട് ഭാവിയിലേക്ക് വാർത്തെടുക്കുന്നതും അവരുടെ ഉമ്മമാരും ബാപ്പമാരുമാണ് എന്ന് ഇവർ ആലോചിക്കണം. ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് തോന്നിവാസം പറയുന്ന ഈ സ്ത്രീകൾ എത്ര കെട്ടിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. 1, 2, 3 കെട്ടിയ ആൾക്കാരാണ് ഇവിടെ കുത്തിന് വലിയ മഹിമ പറയുന്നത്. അതുപോലെ ആയിരിക്കണം മറ്റു സ്ത്രീകളും എന്നാണ് ഇവരുടെ ഒരു വാദം. എന്നാൽ തീർച്ചയായിട്ടും അൻസാർ സുഹരി ഉസ്താദ് ഇവർക്ക് തക്കതായ മറുപടി ഈ TV ചാനൽ വന്നിരുന്നു കൊണ്ട് വിഷം വിളമ്പി 2 സ്ത്രീകൾക്ക് കൊടുക്കുന്നത് നമുക്കൊന്ന് കാണാം. തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. നമ്മളെയൊക്കെയാണ് ഈ തെണ്ടിന്ന് വിളിച്ചത്. എന്തിനാന്ന് കേൾക്കണം. ഈ വിളിക്ക് നമ്മൾ അർഹരാകാനുള്ള കാരണം എന്താന്ന് കേൾക്കുമ്പോഴാണ് കൗതുകം. എന്ന് കേട്ടു നോക്ക്. എന്നിട്ട് ഇവന്റെ കുടുംബക്കാര് പറയും, നീ അങ്ങനെ ചെയ്തു, കാരണം ഈ പെണ്ണ് 5, 6 പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയെ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് കാര്യം നിസ്സാരമല്ല കേട്ടാ. കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകം ഇൻഷേറ്റ് എടുത്ത് രംഗത്തിറങ്ങിയ 2 ധീര യോദ്ധാക്കളായ വനിതകളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ അഭിപ്രായം പറയുന്നത് ചെറിയ വിഷയങ്ങളൊന്നുമല്ല. കേരളത്തിലുള്ള മുസ്ലിം സ്ത്രീകൾ കൊല്ലം പ്രസവിക്കുന്നു, 5, 6 പ്രസവിക്കുന്നു. മറ്റു കുട്ടികൾക്ക് ആഹാരം പോലും കൊടുക്കാൻ കഴിയാതെ അത്രയും ദാരുണമായ ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് മുസ്ലിം സ്ത്രീകൾ കടന്നു പോകുന്നത്. എന്നാൽ നുസ്രത്ത് താത്ത ഈ അവസ്ഥ അനുഭവിക്കുന്നത് മുസ്ലിം സ്ത്രീകൾ മാത്രമാണ്. ഇത് കണ്ടു നോക്ക്. നോക്ക് മുസ്ലിം സ്ത്രീ അല്ലേ കേട്ടാ. ആ ദമ്പതിമാരും മുസ്ലിങ്ങളല്ല. ഒരാൾക്ക് 5 വീതം കുട്ടികളുണ്ട്. എന്ത് രസമാണ് കാണാൻ, കാഴ്ച കാണാൻ എന്ത് രസമുണ്ട്. കണ്ടിട്ട് കൊതിയാണ്. വളച്ചവനെ നമ്മുടെ മുറ്റം നിറച്ച് പിള്ളേരെ തരണേ. എന്ത് കൊതിയാണ് കണ്ടിട്ട്. മാഷാ അല്ലാഹ്. ആ കുട്ടികളുടെ കളിയും ചിരിയും കണ്ടിട്ട് ആ ദമ്പതിമാരുടെ ആ സന്തോഷം കണ്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അവർ പട്ടിണിയൊന്നുമില്ലല്ലോ, ആഹാരത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതാണ് കഴിവുള്ളവൻ. ഈ പണ്ടൊരു തമാശക്കൊരു പാട്ട് പാടും, കാശുള്ളവൻ സിസർ വാങ്ങി വലിക്കുമ്പോൾ കാശില്ലാത്തവൻ കാജാവീടി വലിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ പിള്ളേരെ ഉണ്ടാക്കുമ്പോൾ ഇല്ലാത്തവൻ ഇങ്ങനെ മതിലുമേ കയറി അല്ലെങ്കിൽ കലങ്ങി കയറിയിരിക്കും. എന്നിട്ട് കൊതിയെന്നുണയും പറയും. അവർക്ക് 5 പിള്ളേരുണ്ട്, 6 പിള്ളേരുണ്ട്, കുറെണ്ണം പെറുന്നില്ല. ഉള്ളവൻ ഉണ്ടാക്കും, ഇല്ലാത്തവൻ ഇങ്ങനെ ഇരുന്നും മൂടുപോയി.
ഇതിനെ പിന്നെ ജിഹാദ് പ്രസവം എന്ന് വിളിക്കാം. തെറ്റിപ്പോയി. ജിഹാദ് എന്ന് പറഞ്ഞ പരിശ്രമം എന്നോ? ആ പരിശ്രമം പ്രസവത്തിന്റെ സമയത്തല്ല ഈ ജിഹാദ് ഉള്ളത്. ഈ പ്രസവത്തിലേക്ക് എത്തിക്കുന്ന പ്രോസസ് ഉണ്ടല്ലോ, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. തെറ്റിപ്പോരുത്, കറക്റ്റ് പറഞ്ഞു. പറഞ്ഞിട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത ഒരു 15 വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത്. ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല. അപ്പൊ എന്താ പറയുക, ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നു. അല്ലെ, 35 വയസ്സിനുള്ളിൽ ഈ സ്ത്രീ, ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. വയറിൽ താങ്ങി. സാധാരണ എല്ലാ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളെ വയറിലാണ് താങ്ങുന്നത്. അത് 5 പെറ്റാലും 10 പെറ്റാലും വയറ്റിൽ തന്നെയാണ് താങ്ങല്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ വേറെ എവിടെയെങ്കിലും താങ്ങലുണ്ടോ? ഇനി അടുത്ത ചോദ്യം, ഈ 5 പ്രസവിച്ചതും ഏതുവഴിയാന്ന് വല്ല അഭിപ്രായം, അങ്ങനെ വല്ല സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ആ ചാനൽ ഓഫ് ആക്കിയിട്ട് എന്റെ നമ്പറിലിട്ട് വിളി, ഞാൻ പറഞ്ഞുതരാം ഏതുവഴിയാണെന്ന്. എന്റെ പൊന്നു നമ്പേരെ, നിങ്ങൾക്ക് നാണമില്ലേ? ഇത് ചാനൽ തന്നെയല്ലേ അല്ലേ? ചാനൽ ലേബർ റൂമാ? മുസ്ലിം പെണ്ണുങ്ങൾ എവിടെയാണ് 5 പ്രസവിക്കുമ്പോ താങ്ങുന്നത്, ഏതുവഴിയാണ് പ്രസവിക്കുന്നത്, എന്തെല്ലാം അറിയണം. ഈ പെണ്ണ് കെട്ടാൻ പോകുമ്പോ പറയുന്നത് എന്താണ്, അവൾ എന്റെ കൂടെ കിടക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല. എന്റെ പൊന്നാർ നമ്പിയാരെ, അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കും, ഒന്നും വിചാരിക്കരുതേ. ഇത് ചാനൽ തന്നെയാണ്, അല്ലെങ്കിൽ വല്ല അശ്ലീല സാഹിത്യ മത്സരം നടക്കുന്ന വല്ല പ്ലാറ്റ്ഫോം പോലാണ്? അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ചിരിക്കാതിരിക്കാൻ വേണ്ടി നിവൃത്തിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയം കട്ട് ചെയ്യാതെ തീർച്ചയായിട്ടും തീർത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചാനൽ ചർച്ച തീർച്ചയായിട്ടും ഈ ഒരു വിഷയമെങ്കിലും നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. എന്നാലേ കേരളത്തിൽ ഇന്നുള്ള നമ്മുടെ ആൾക്കാർക്ക് ഇത്തരം ഈ ടീച്ചർക്കും അതുപോലെ തന്നെ നുസ്രത്തിനും എത്ര മാർക്ക് നമ്മൾ കൊടുക്കണമെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇവരുടെ ലക്ഷ്യം? ഇവരുടെ അന്നം എന്ന് പറയുന്നത് നമ്മളെ തെറി പറയുന്നത് കൊണ്ട് അപ്പുറത്തുനിന്ന് കിട്ടുന്ന കഷ്ണങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന 2 ആൾക്കാരുടെ ആണ് ഈ പറയുന്ന നുസ്രത്ത് താത്തയായാലും ജാവേദ് താത്തയായാലും വേറൊരാൾ കൂടിയുണ്ട്. അവർക്കും ഇത് തന്നെയാണ് പടി. നമ്മളെ തെറി പറയുന്നത് കൊണ്ടാണ് യൂട്യൂബിൽ അവരുടെ വീഡിയോ വൈറലാവുന്നതും അതുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 ആൾക്കാരാണ് ഇവർ. മറ്റൊരു ടീച്ചറാണെന്ന് പറയുന്നത്, ഏത് സ്കൂൾ ടീച്ചറാണോ നേഴ്സറി ടീച്ചറാണോ എന്ന് എനിക്കറിയില്ല. വളരെ യാതൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിക്കാത്ത ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ ഈ 4 പിറന്നു 5 പിറന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ മേത്തേക്ക് കുതിര കയറുന്ന ഇവർ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പോൾ മലപ്പുറത്ത് നടന്ന ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ പ്രസവം വീട്ടിൽ നടത്തിയതിനോ ആ കുട്ടി മരണപ്പെടുത്തുന്നതിനോ അത്തരം കാരണക്കാർക്കെതിരെ ഏതായാലും ഇസ്ലാമിക മതപണ്ഡിതരായാലും ഉസ്താദുമാരായാലും ഈ അൻസാർ സുഹരി ഉസ്താദ് വരെയുള്ള ആൾക്കാർ അതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ, ഇനി എത്ര വലിയ ശിക്ഷയായാലും അത് വാങ്ങിക്കൊടുക്കണമെന്നാണ് ഇസ്ലാം മത പണ്ഡിതന്മാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടതും അതിന് വേണ്ടി പ്രവർത്തിച്ചതും അതിനുവേണ്ടി പ്രസ്താവന ഇറക്കിയതും എല്ലാം തന്നെ. അവരെയൊക്കെ വെച്ചുകൊണ്ട്, അത്തരം ഒരു ആൾക്കാരെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇസ്ലാമിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം സ്ത്രീകൾ ഇസ്ലാമിനെ കുറിച്ച് ഗ്രാഹ്യമായി പഠിച്ചുകൊണ്ടാണ് അവർ വളരെ വിദ്യാഭ്യാസവും വളരെ എന്തെല്ലോ കയ്യിലുള്ളത് പോലെയാണ് ഇവരുടെ സംസാരങ്ങൾ. ഇവർ പറയുന്ന 5-6 കുട്ടികൾ എന്ന് പറയുന്ന ഹിന്ദു സമൂഹത്തിലായാലും അതിൽ ഉദാഹരണ സഹിതം അൻസാർ സുഹരി ഉസ്താദ് അതിൽ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അവർ ഹിന്ദു സഹോദരിയാണ്, അവർക്ക് 5 കുട്ടികളുണ്ട്. എത്ര സന്തോഷകരമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ 5-6 മക്കളെ ഞങ്ങൾക്ക് തരണേ, നമ്മുടെ മുറ്റത്ത് തരണേ എന്നാണ് അൻസാർ സുഹരി ഉസ്താദ് പ്രാർത്ഥിക്കുന്നത്. അത് വളരെ ഒരു സന്തോഷകരമായ ജീവിതമാണ്. അത്തരം മക്കൾ ഉണ്ടായത് കൊണ്ടോ 4-5 മക്കൾ ഉണ്ടായത് കൊണ്ടൊന്നും നമുക്ക് സമൂഹത്തിൽ യാതൊരു കോട്ടവും വരാൻ പോകുന്നില്ല. അവർ സന്തോഷകരമായി ജീവിക്കട്ടെ. എന്തിനാണ് ഇത്ര കുത്തിപ്പറി എടുക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ 4-5 ഇനി 10 കുട്ടികളെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കാമല്ലോ. അതിനാരാണ് തടസ്സം? നിങ്ങൾക്ക് ആ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാനും വിദ്യാഭ്യാസത്തിന് കൊടുക്കാനും പാർപ്പിടം ഒരുക്കാനും വാഹന സൗകര്യം ഒരുക്കാനും എല്ലാം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുമാകാം. എന്തിനാണ് മറ്റുള്ളവരെ പുറത്ത് കയറാൻ വേണ്ടി പോകുന്നത്? അൻസാർ ചോദിച്ചത് വളരെ സത്യമാണ്. ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിലായാലും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേർക്ക് 5-10 മക്കളുള്ളതായി നമുക്ക് തന്നെ അറിയാം. ഒരുപാട് ആൾക്കാർ, ബിജെപിൻ്റെ നേതാവ് കൃഷ്ണകുമാർ ആയാലും അദ്ദേഹത്തിന് 5 പെൺകുട്ടികൾ എത്താനാണുള്ളത്. ഒരുപാട് ആൾക്കാർ, സുരേഷ് ഗോപിക്കാവട്ടെ, ശോഭന ചേച്ചിക്കാവട്ടെ 3-4 മക്കളുണ്ട്. ഇതെല്ലാം അവരാണ് കുട്ടികളെ പോറ്റുന്നത്, അവരാണ് അവർക്ക് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നത്, അവരാണ് അവർക്ക് ഭക്ഷണമായി കൊടുക്കുന്നത്. ഇനി ആർക്കും കുട്ടികൾ ഉണ്ടാകാത്തതിനെല്ലാം ഇസ്ലാമിൻ്റെ മേലെ തിരിഞ്ഞു കയറിയത് കൊണ്ട്, അവരെ ചീത്ത പറഞ്ഞത് കൊണ്ട് എന്താണ് കാര്യമെന്ന് പറയുന്നത്? ഇത്തരം സെപ്റ്റിക് ടാങ്ക് ചർച്ച നടത്തുന്ന ഒരു ചാനലായി ജനജീവി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ആക്ഷേപിക്കാനുള്ളത്. കാരണം ചർച്ചകൾക്ക് ഒരു ഗൗരവവും അതുപോലെ തന്നെ എടുക്കുന്ന വിഷയങ്ങൾക്ക് യാതൊരു പ്രാതിനിധ്യവും ഇപ്പോഴത്തെ കാലത്ത് ഇല്ലെങ്കിൽ ചാനലിൻ്റെ കാര്യമൊന്നും പറയേണ്ടത്. അതിന് ചർച്ചയ്ക്ക് വിളിച്ച് ഇരുത്തുന്ന ആൾക്കാരുടെ യോഗ്യത തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കേണ്ടത് തന്നെയാണ്. ഈ നുസ്രത്ത് താത്തനെയും അതുപോലെ തന്നെ ജാവേദ് ടീച്ചറെയും പോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ഇരുത്തിക്കൊണ്ട് ഇസ്ലാമിനെ തെറിപറിപ്പിക്കുന്ന ഇത്തരം
ചേഷ്ടകൾ ഇനിയെങ്കിലും ആ ചാനലും അതിൻ്റെ ആൾക്കാരും തിരുത്തണമെന്നാണ് നമുക്ക് വിനീതമായി പറയാനുള്ളത്. തീർച്ചയായും ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പരീക്ഷയിലായാലും അതുപോലെ തന്നെ IAS-ലായാലും അതുപോലെ തന്നെ IPS-ലായാലും അതുപോലെ തന്നെ നേഴ്സിംഗിലായാലും ഡോക്ടർ രംഗത്തായാലും എല്ലാ രംഗത്തും ഇന്ന് വിമാനം പറത്തുന്ന രംഗത്ത് വരെ അടുത്തിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും മലപ്പുറത്തുള്ള ഒരു പെൺകുട്ടി പൈലറ്റ് വരെ ആയിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ തന്നെ വെച്ച് ഒന്ന് വിലയിരുത്തേണ്ടതാണ്. ഇസ്ലാമിലെ കുട്ടികൾ ബർക്ക ധരിച്ചത് കൊണ്ടോ പർദ്ദ ഇട്ടത് കൊണ്ടോ ഒന്നും തന്നെ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ ഇടപെടലിലോ അവരുടെ ജീവിതത്തിലോ ഒന്നും തന്നെ താഴോട്ട് പോകുന്നില്ല. പക്ഷേ പർദ്ദ ധരിക്കുന്ന സ്ത്രീകൾ ആ വസ്ത്രധാരണ കൊണ്ട് മുന്നേറ്റമാണോ അല്ല പിന്നോക്കാവസ്ഥയിലേക്കാണോ വന്നത്? വിവരവും ബോധവും വിദ്യാഭ്യാസവും ഉള്ള ഒരു സഹോദരി പറയും, നമുക്ക് കേൾക്കാം. ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഇപ്പൊ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും ടോപ്പ് ആണ്. അത് അവർ ഹിജാബ് ഇട്ടത് കൊണ്ട് അവർക്ക് അതിലെന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ അവരുടെ റൈറ്റ്സ് വയലേഷൻ ആണ്. മുഖം കാണാത്തത് കൊണ്ട് അവരുടെ ഐഡന്റിറ്റി അവരുടെ കഴിവുകൾ അവർ ഇല്ലാണ്ടായി എന്നൊക്കെ പറയുന്ന ആ വാദം എന്ത് തെറ്റാണെന്നുള്ളത്. മുഖം മറച്ച പെൺകുട്ടിയാണ് ഈ തവണ കർണാടകത്തിലൊക്കെ ടോപ്പറായിട്ട് വന്നിട്ടില്ല. അതാണ്. അപ്പൊ ഇത്തവണ കർണാടകയിൽ ടോപ്പറാരാ? ഹിജാബ് ധരിച്ച പെൺകുട്ടിയാണ്. അവള് അധ്വാനിച്ചു പഠിച്ചു, സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് എത്തി, നല്ല വിദ്യാഭ്യാസ യോഗ്യതയും കിട്ടിയപ്പോൾ നല്ല ജോലിയും അതോടൊപ്പം കരഗതമായി. ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അതിൽ ആ സ്ത്രീ, വിദ്യാഭ്യാസമുള്ള ഒരു ഇന്ത്യ സ്ത്രീയാണ് പറയുന്നത്, ഇന്ന് വിദ്യാഭ്യാസത്തിലായാലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഉന്നതിയിലായാലും ബുർക്ക ധരിക്കുന്ന കുട്ടികളായതുകൊണ്ട് മാത്രം അവർ പിന്നോക്കം പോവുകയൊന്നുമില്ല. അവരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരെ വന്നുകൊണ്ട് ഇന്ന് PSCDS-ലായാലും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് കുട്ടികൾ ഇന്ന് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മുടെ വരും സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. തീർച്ചയായും അങ്ങനെ തന്നെ വേണം. അത് ഏതൊരു സമൂഹത്തിലായാലും കുട്ടികൾ പഠിക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലായാലും പുതിയ കണ്ടുപിടുത്തങ്ങളെ കാര്യം എല്ലാം തന്നെ നമ്മൾ ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ ആരോഗ്യകരമായ ഒരു മാറ്റവും കേരളത്തിലോ അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മേഖലയിലോ ഉണ്ടാക്കുകയില്ല. അത്തരം ആൾക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്ന പരിപാടി ഇനിയെങ്കിലും ആ ചാനലും അവസാനിപ്പിക്കണം. തീർച്ചയായിട്ടും അത്തരം സ്ത്രീകളെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ല വീഡിയോ ആയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.